മുസ്ലിം ലീഗിൽ ചേർന്നേക്കുമെന്ന വാർത്തകൾ തള്ളിക്കളയുകയാണ് INL നേതാവും മുൻ മന്ത്രിയുമായ അഹമ്മദ് ദേവർകോവിൽ. പുറത്തുവന്നത് വ്യാജ വാർത്തയാണെന്നാണ് ദേവർകോവിൽ പറയുന്നത്. പാർട്ടി പുറത്താക്കിയവരാണ് ഇത്തരത്തിലുള്ള വാർത്തയ്ക്ക് പിന്നിലെന്ന് അഹമ്മദ് ദേവർകോവിൽ പ്രതികരിച്ചു. ഇക്കാര്യം മുസ്ലിം ലീഗും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള ചർച്ചയും അഹമ്മദ് ദേവർകോവിലുമായി നടത്തിയിട്ടില്ല എന്ന് PMA സലാമും പറഞ്ഞു. വാക്കുകളിലേക്ക്. മുസ്ലിം ലീഗിനെ തെറ്റായ നിലപാട് പ്രതിഷേധിച്ചുകൊണ്ട് ആ മുസ്ലിം ലീഗ് ഭരണത്തിലിരിക്കുന്നൊരു കാലഘട്ടത്തിൽ ഭരണത്തിന്റെ എല്ലാ സൌകര്യങ്ങളും വേണ്ടെന്ന് വെച്ച് പ്രതിപക്ഷത്തേക്ക് ഇറങ്ങി വന്ന് പുതിയൊരു രാഷ്ട്രീയ പാർട്ടിക്ക് നേതൃത്വം കൊടുത്ത ആളുകളാണ് ഞങ്ങളൊക്കെ. ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഘടകകക്ഷിയായി മുന്നണിയുടെ മന്ത്രിയായി 2.5 വർഷക്കാലം ഇരിക്കാനുള്ള അവസരം ലഭിച്ചു. അത്തരമൊരു സാഹചര്യത്തിൽ വീണ്ടും പഴയ രാവണത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? ഞാൻ ഒരു തരത്തിലുള്ള ചർച്ചയും ആരുമായും നടത്തിയിട്ടില്ല, ഒരിക്കലും നടത്താനും ആഗ്രഹിക്കുന്നില്ല. ഞാൻ സത്യത്തിൽ അദ്ദേഹത്തെ കണ്ടിട്ട് തന്നെ മാസങ്ങളായി. കോഴിക്കോട് ഒരു കല്യാണത്തിൽ വെച്ചാണ് ഒരു 5-6 മാസം മുമ്പ് കണ്ടത്. ഇപ്പോൾ സംസാരിച്ചു എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. ഇപ്പോൾ MLA അദ്ദേഹം MLA ആണ്. നിയമസഭയിൽ അബ്ദുൽ ഹുസൈൻ തങ്ങളും അതുപോലുള്ള MLA കാണാറുണ്ട്, ഒരുമിച്ച് ചായ കുടിക്കാറുണ്ട്, ഒക്കെയുണ്ട്. അത് രാഷ്ട്രീയ ചർച്ചയായി അംഗീകരിക്കാൻ പറ്റുമോ? മുസ്ലിം ലീഗ് ഒരാളുമായും അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടില്ല. മുസ്ലിം ലീഗിന് പൊതുവായിട്ട് പറയാനുള്ള കാര്യം, മുസ്ലിം ലീഗ് ഒരു ജനാധിപത്യ മതേതര പ്രസ്ഥാനമാണ്. മുസ്ലിം ലീഗ് എപ്പോഴും അതിന്റെ ജനകീയ അടിത്തറ കൂട്ടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന സംഘടനയാണ്. ആ നിലയിൽ അദ്ദേഹം വരാനുള്ള നീക്കമുണ്ട്, സ്വാഗതം. അത്രേ അതിനെപ്പറ്റി പറയാനുള്ളൂ. അതിനൊരു ക്ലാരിറ്റി വരട്ടെ. എന്തായിരുന്നാലും മുസ്ലിം ലീഗ് ഒരു പൊതുനയം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലേക്ക് അതിന്റെ നയങ്ങളും പരിപാടികളുമായിട്ട് യോജിക്കാൻ കഴിയുന്ന ആളുകൾ വരികയാണെങ്കിൽ ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുക മാത്രമാണ് ചെയ്യുക. അതതിന്റെ വസ്തുത എങ്ങനെയാണെന്ന് വെച്ചാൽ വരട്ടെ. അപ്പം നമുക്ക് അതിനകത്ത് കാണുകയും ചെയ്യാം. നമ്മുടെ സമീപനം ഇതാണ്. നമ്മൾ വരുമ്പോൾ സ്വാഗതം ചെയ്യാൻ പറ്റിയ സംഗതിയാണ്. അത് പിന്നെ അതിന്റെ ക്ലാരിറ്റി വരട്ടെ. പക്ഷെ ലീഗിന്റെ സമീപനങ്ങൾ എപ്പോഴും തുറന്നൊരു സമീപനമാണ്. അതറിയില്ല, അത് അങ്ങനെ ഒരു ചർച്ച നടന്നതായിട്ട് അറിയില്ല. മുൻ മന്ത്രിയും INL നേതാവുമായ അഹമ്മദ് ദേവർകോവിൽ തിരികെ മുസ്ലിം ലീഗിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നത്. പക്ഷേ ഇക്കാര്യം ദേവർകോവിൽ തന്നെ തള്ളിക്കളയുകയാണ്. മുസ്ലിം ലീഗുമായി ചർച്ച നടന്നിട്ടില്ല എന്ന് PMA സലാം പറയുന്നു. ദേവർകോവിൽ വരികയാണെങ്കിൽ വരട്ടെ എന്ന രീതിയിലുള്ള നിലപാടാണ് ET സ്വീകരിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. KSU ക്യാമ്പിൽ നടന്ന അടിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് AICCക്ക് അയച്ചിട്ടുണ്ടെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ. നടപടിയെടുക്കാതെ പോകാൻ കഴിയില്ല എന്നാണ് KPCC പ്രസിഡന്റിന്റെ നിലപാട്. KSUവിന്റെ പ്രസിഡന്റിനെ മാറ്റണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ താൻ അഭിപ്രായം പറയുന്നില്ലെന്നും K. സുധാകരൻ പറഞ്ഞു. അന്വേഷണത്തിന്റെ റിപ്പോർട്ട് AICCക്കായി പോയിട്ടുണ്ട്. AICCയിലെ ഇതിന് ലീഡർഷിപ്പ് ഉണ്ടല്ലോ, ഉണ്ടാകാം. അതും വരും. നിറങ്ങൾ വായിച്ചാൽ മതി. ഞാൻ പറഞ്ഞിട്ട് അറിയണ്ട. അതിലെത്തുമല്ലോ. എത്താതിരിക്കാൻ പറ്റുമോ? ഒരു പാർട്ടിക്ക് എത്തേണ്ടി വരും, എത്തും. അല്ല, അതങ്ങനെ ഈ ഒരു ജംഗ്ഷനിൽ ആ ഒരു അഭിപ്രായം പറയുന്നത് ഒരു സുഖമില്ലാത്ത കാര്യമാണ്. ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തി കമ്മിറ്റി നിശ്ചയിച്ചോട്ടെ. അതൊക്കെ പരിശോധിച്ചിട്ടുണ്ടാവും. എല്ലാം പരിശോധിച്ചിട്ടുണ്ട്. ഒരു പഴുതും കൊടുക്കാതെ പരിശോധിച്ചിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ടും അഖിലേന്ത്യാ കമ്മിറ്റിക്ക് പോയിട്ടുണ്ട്.